ക്ലിഫ് ഹൗസിലേക്ക് നടന്ന ആശാ വർക്കർമാരുടെ മാർച്ചിനിടെ സംഘർഷം. ആശമാരെ പിരിച്ചുവിടാൻ പോലീസ് 5 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ച സമര നേതാവ് യസ്മിനിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമൽ തെനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, മഴയെയും വെയിലിനെയും ഒക്കെ അവഗണിച്ച് ആശമാർ നടത്തുന്ന മാസങ്ങൾ നീണ്ട സമരം പ്രധാനപ്പെട്ട ഒരു സമരമായി, പ്രതിഷേധമായി ക്ലിഫ് ഹൗസിലേക്ക് മാറുമ്പോൾ എത്രത്തോളം രോഷമുണ്ടാവുന്നുണ്ട്, എത്രത്തോളം പ്രതിഷേധത്തിന് തീഷ്ണത വരുന്നുണ്ട്, പിന്നീട് പോലീസ് സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച്. ക്ലിഫ് ഹൗസിലേക്ക് നടന്ന ആശാ വർക്കർമാരുടെ മാർച്ചിനിടെയാണ് സംഘർഷം ഉണ്ടായത്. ആശമാരെ പിരിച്ചുവിടാൻ പോലീസ് 5 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ച സമര നേതാവ് യസ്മിനി തുടക്കം മുതൽ ഈ സമരമുഖത്ത് നേതൃത്വം നൽകി. സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ സമരം ചെയ്യുന്ന നേതാവാണ് യസ്മിനി. ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശമാരുടെ മാസങ്ങൾ നീണ്ട അതിജീവനത്തിന്റെ സമരം മുഖ്യമന്ത്രിയുടെ കൺമുന്നിലേക്ക് എത്തിക്കുക എന്നതാണ് സമരസമിതി നേതാക്കൾ തീരുമാനിച്ചത്. അങ്ങനെയുള്ള പ്രതിഷേധത്തിന് നേരെയാണ് പോലീസിന്റെ ഇപ്പോൾ നടപടി വരുന്നത്. അമൽ തെനമ്പറമ്പിൽ ചേർന്നു. അമൽ, എങ്ങനെയാണ് പോലീസ് നടപടി വരുന്നത്? പ്രതിഷേധക്കാരെ ശക്തമായി തന്നെ നേരിടുകയാണ് പോലീസ്. ഈ ക്ലിഫ് ഹൗസിന് മുന്നിലൂടെയുള്ള വഴി ഉപരോധിച്ച ഇവരുടെ പ്രകടനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മൈക്ക് എടുത്തുകൊണ്ട് പോകാൻ ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതിനെ തുടർന്ന് പ്രതിഷേധക്കാർ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. ഇപ്പോൾ വാഹനത്തിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ മാറ്റി പോലീസ് വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പ്രവർത്തകർ വാഹനം തടഞ്ഞിട്ടിരിക്കുന്നു എന്ന് പറയാം. വനിതകളായതിനാൽ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥരിലും ഒരുപാടധികം പ്രതിഷേധക്കാരുണ്ട്. അതിനാൽ തന്നെ ഈ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രതിസന്ധിയിൽ പോലീസ് നിൽക്കുകയാണ്. മിനി അടക്കമുള്ള ആളുകളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനായിരുന്നു പോലീസിന്റെ നീക്കം. ആ വാഹനമാണ് ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോയത്? അതായത് വളരെ സമാധാനത്തോടെ നമ്മൾ സമരം ചെയ്യാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ അവസാനം ബാരിക്കേഡിൽ കയറാൻ ശ്രമിച്ചപ്പോൾ നമ്മളെ എന്താ പറയാ അറസ്റ്റ് ചെയ്ത് നീക്കിയാലുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ മൈക്ക് നമുക്ക് പെർമിഷൻ ഉണ്ട്, പക്ഷെ മൈക്കാണെങ്കിൽ വന്ന് പോലീസ് എടുത്തുകൊണ്ട് പോവാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മൈക്കാണ് ചെറുകളൊന്നും എടുത്തിട്ടുള്ളതാണ്. പക്ഷെ വളരെ അന്യായമായി ഇപ്പോൾ ഈ പോലീസ് വാഹനം ഇവരുടെ കാലുകളിലൂടെ പ്രതിഷേധക്കാരുടെ കാലുകളിലൊക്കെ കയറി പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ വാഹനം എന്തായാലും ഇവിടെ നിന്നും കടന്നു പോയിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള വാഹനം, കസ്റ്റഡിയിലെടുത്തുകൊണ്ടുള്ള വാഹനമാണ് ഇപ്പോൾ കടന്നുപോയത്. കുറെ അധികം സമയം ഈ വാഹനത്തിന് ഒരു തരിമ്പ് പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത വിധത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഒരുപാട് പ്രവർത്തകരുണ്ട്. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ സംഘടിച്ച് ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക്, ക്ലിഫ് ഹൗസിന്റെ അവിടേക്ക് പോകുന്ന ദേവസ്വം ബോർഡ് കഴിഞ്ഞുള്ള ഭാഗത്തേക്ക് നീങ്ങുകയാണ്. പ്രതിഷേധം ഒരു വിധത്തിലും പ്രതിഷേധത്തിന് അയവുണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. പോലീസിന്റെ നടപടി എത്ര കടുത്താലും ഇവിടെ തുടരുമെന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. മൈക്കിന്റെ സാങ്ഷൻ അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞു. അതിനാലാണ് മൈക്ക് പോലീസ് പിടിച്ചെടുത്തത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ തങ്ങൾക്ക് അനുമതി ഉണ്ടായിരുന്ന സമയത്ത് മാത്രമാണ് തങ്ങൾ മൈക്ക് ഉപയോഗിച്ച് പറയുന്നു. അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രവർത്തകർ വീണ്ടും സംഘടിച്ച് ഈ ക്ലിഫ് ഹൗസിന് മുന്നിൽ ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തുകയാണ്. ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. ഈ സ്ഥിരം അവിടെ സമരപന്തലിൽ ഉണ്ടായിരുന്ന നേതാക്കളൊക്കെ ഉണ്ട്. ആ നേതാക്കളൊക്കെ അതിൽ മിനിയെ മാത്രമാണ് കസ്റ്റഡിയിൽ നിന്നും കൊണ്ടുപോയിരിക്കുന്നത്. മറ്റു നേതാക്കൾ ഇപ്പോഴും തുടരുന്നു. പോലീസുമായി ഇന്നും പലയിടങ്ങളിലും ഉണ്ടാവുകയാണ് ഇപ്പോൾ. പക്ഷേ ഇവരുടെ ഈ മൈക്കിന്റെ ഇത് ജനറേറ്റർ അടക്കമുള്ളവ അഴിച്ചു മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജനറേറ്റർ പോലീസ് അഴിച്ചു മാറ്റുകയാണ്. ഈ വാഹനത്തിലായിരുന്നു മൈക്ക് അടക്കം ഉണ്ടായത്. ഇവരിപ്പോൾ വീണ്ടും ഉണ്ടാവുകയാണ്. ഇവർക്ക് ക്ലിഫ് ഹൗസിന്റെ ആ ഭാഗത്തേക്ക് കടന്നു പോകാൻ അത് തടയുകയാണ് പോലീസ്. എന്തായാലും ഈ മുകളിലെ ജനറേറ്റർ അടക്കം അഴിച്ചു മാറ്റുന്നതിനെ ശക്തമായി തന്നെ എതിർക്കുകയാണ് പ്രതിഷേധക്കാർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോയത്?